ബംഗാളിലും ആസാമിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനായി അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിപ്പോയത് കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ സ്തംഭനാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹോട്ടൽ മേഖലയിലും തൊഴിലാളി ദൗർലഭ്യം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കേരളത്തോടൊപ്പം ആസാമിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശികളിൽ ഭൂരിഭാഗവും നേരത്തെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. വർഷങ്ങളായി കേരളത്തിൽ ജീവിക്കുന്ന പലർക്കും ഇവിടുത്തെ മേൽവിലാസത്തിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിലും വോട്ട് സ്വദേശത്ത് തന്നെയാണ്. SIR നിബന്ധനകൾ പ്രശ്നം സൃഷ്ടിക്കാനിടയുണ്ടെന്ന ആശങ്കയിലാണ് പലരും നാട്ടിലേക്ക് മടങ്ങിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാടുവിട്ടത് ഞായറാഴ്ച ദിവസം നഗരത്തിലെ പാതയോര വിപണിയെയും ബാധിച്ചു. നിരവധി അതിഥി തൊഴിലാളികളാണ് ഞായറാഴ്ച ദിവസം നഗരത്തിലെത്തി വിവിധ സാധന സാമഗ്രികൾ വാങ്ങിയിരുന്നത്. ഞായറാഴ്ചകളിൽ അന്യസംസ്ഥാനക്കാർ കൂട്ടത്തോടെ എത്തുന്നത് മൂലം വഴിയോര കച്ചവടം പൊടിപൊടിക്കുന്നത് പതിവായിരുന്നു. ഇവർ കൂട്ടത്തോടെ നാട്ടിലേക്ക് തിരികെ പോയത് പാതയോര വിപണിയെയും ബാധിച്ചതായി കച്ചവടക്കാർ പറയുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് ഘട്ടം ഘട്ടത്തോടെ പോകുന്നത് പൊതുവെ ഫുട്പാത്തിൽ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അവർ തിരിച്ച് വരുമെന്ന് പറയുന്നു. എങ്കിൽ ഈ വർഷം അവർ നിർബന്ധ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അവർ കൂട്ടമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ മാറ്റം ഫുട്പാത്ത് അറിയാനുണ്ട്. ഫുട്പാത്ത് കച്ചവടം മാത്രമല്ല, ഹോട്ടലുകളിലും വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇതിൻ്റെ മാറ്റം ഉണ്ട്. ഈ യാത്ര പോകുന്നതിൻ്റെ മാറ്റമുണ്ട്. വോട്ടർ പട്ടിക പുതുക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന പ്രചരണവും റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുമെന്ന ഭീഷണിയുമാണ് തൊഴിലാളികളെ നാട്ടിലെത്താൻ പ്രേരിപ്പിച്ചത്. ആസാം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് കേരളത്തിൽ കൂടുതലായി ഉള്ളത്. കൂലിപ്പണി മുതൽ ചെറുകിട കമ്പനികൾ, കെട്ടിട നിർമ്മാണം, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് എന്നിവിടങ്ങളിൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. തൊഴിലാളികൾ നാട്ടിലേക്ക് പോകുന്നതോടെ സമസ്ത മേഖലകളിലും സ്തംഭനം ഉണ്ടാകുമെന്ന ആശങ്ക ഉയരുകയാണ്.